നമസ്കാരം, വെൽക്കം ടു കൗമുദി മൂവി റിവ്യൂ. ഇത് വിഷ്ണുവാണ്. ഈ ആഴ്ച നമുക്കറിയാം, കുട്ടികൾക്ക് പരീക്ഷയൊക്കെ നടക്കുന്നത് കാരണം അധികം വലിയ ബിഗ് ഫിലിംസ് ഒന്നും റിലീസാവുന്നില്ല. പക്ഷേ ഈ ആഴ്ച റിലീസായതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ചങ്ങാതിമാർ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതീക്ഷയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ മലയാള സിനിമയിൽ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള ഇൻറ്റൻസ് മൊമെൻറ്റ്സും ഒക്കെ തന്ന് കൂടുതലും ചിരിപ്പിച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഹരിശ്രീ അശോകൻ എന്ന നടൻ ആദ്യമായിട്ട് സംവിധായകൻ്റെ രൂപത്തിൽ വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഹരിശ്രീ അശോകൻ്റെ സംവിധാന മികവ് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ആ ഒരു ഡയറക്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ചങ്ങാതിമാരെല്ലാവരും ഫസ്റ്റ് തിയേറ്ററിലേക്ക് വരുന്നത്. ഒരു കോമഡി ഫിലിമാണ് അവർ പ്രോമിസ് ചെയ്തത്. ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കോമഡി എന്നൊരു സംഗതിയിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ സിനിമ വരുന്നത്. അത് തന്നെയാണ് ആ സിനിമയിൽ ചെയ്തത്. പക്ഷേ സിനിമയുടെ ആദ്യത്തെ ഒരു ഷോർട്സിലൂടെ തന്നെ നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ ഹരിഹർ നഗറിൻ്റെയൊക്കെ എവിടെയോ ഒരു ഷെയ്ഡ് നമുക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്യും. ഓക്കെ, ഷെയ്ഡ് മാത്രമാണ്, അതിൻ്റെ ഒരു റീക്രിയേഷനൊന്നുമല്ല, എങ്കിലും അതിനൊരു ഷെയ്ഡ് ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ വില്ലനെയൊക്കെ ആദ്യം കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ജോൺ ഹോനായ ഒരു മൂഡ് പോലും ചില സമയങ്ങളിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ കോമഡിയിലാണ് ഈ സിനിമയുടെ ഫോക്കസ് ഫുള്ള് വന്നതെന്ന് പറയുമ്പോൾ പോലും ഒരു ചെറിയ പ്രശ്നം തോന്നിയെന്ന് വെച്ചാൽ ചില സീനുകളുണ്ട്. ഉദാഹരണത്തിന് ഒരു വേദിയിലിരിക്കുന്ന കുറച്ച് ചങ്ങാതിമാർക്ക് ഒരു പുടവ കൊടുക്കുമ്പോഴൊരു സീനുണ്ട്. ആ സീനിന് വേണ്ടിയിട്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ പറയാൻ വരുന്ന ചങ്ങാതിമാർ ക്രൗഡിനെ അഭിസംബോധന ചെയ്യുമ്പോഴത്തേക്കും പറയുന്നതൊക്കെ ശരിക്കും നമ്മളെ ജെനുവിനായിട്ട് ചിരിപ്പിക്കുന്ന കുറേ സീനാണ്. ബട്ട് എല്ലാം വളരെ ലൈറ്റ് ഹാർട്ടഡാണ്, ഫണ്ണാണ്. ഇങ്ങനെ ഒരു മൂഡിൽ പോകുന്നു എന്നല്ലാതെ ശരിക്കും നമ്മളെ ആ ഒരു എക്സ്ട്രീം ആ ഒരു ചിരിയുടെ മൂഡിലേക്ക് എത്തിക്കുന്നില്ല. ഒന്ന് കണ്ട് നമുക്കിങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ മൂടി നിൽക്കുക എന്നുള്ളതല്ലാതെ ശരിക്കും നമ്മളൊന്ന് ഇക്കിളിയിട്ട് ചിരിപ്പിക്കേണ്ടി വരുന്നോ എന്ന് പല സ്ഥലങ്ങളിലും നമുക്കൊരു ഡൗട്ട് തോന്നും. എഗെയിൻ ദ ഫിലിം ഇസ് ഫൺ. അതിൽ കാര്യമായിട്ട് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള സംഗതികളൊന്നുമില്ല. ഒരു ചെറിയൊരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ലവിൻ്റെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലത്തെ സംഗതിയൊക്കെ, ട്രയാങ്കിൾ അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ലവ് എന്നൊക്കെ പറയുന്ന പോലത്തെയാണ് സിനിമയുടെ ഒരു ബേസിക് തീം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് നീറ്റ്, ഇറ്റ്സ് നൈസ്, കണ്ടിരിക്കാം ഫാമിലി ആയിട്ട്. നീറ്റ് ഫിലിമാണ്. അതായത് യാതൊരുവിധ ഡബിൾ മീനിങ് ഒന്നും ഇല്ലാത്ത ക്ലീൻ ഫാമിലി ആയിട്ട് പോയി കാണാവുന്ന ഒരു ചിത്രമാണ്. അത്യാവശ്യം തമാശകളൊക്കെ ആ സിനിമയിലുണ്ട്. ബട്ട് നോട്ട് ഓവർ ദ ടോപ്പ് നമ്മളെ കുടുകുടാ ചിരിപ്പിക്കുന്ന ത്രില്ലർ കോമഡീസ് ഒന്നുമില്ല. ബട്ട് ഓൺ ആൻ ആവറേജ് ആ സിനിമ അങ്ങനെ പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അധികം സിനിമകളൊന്നുമില്ല. സോ ഈ ഒരു ആഴ്ച പരീക്ഷയുടെ ഇടയിൽ കുട്ടികൾക്കൊക്കെ ഒരു റിലാക്സേഷനായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. ഫൺ ഫിലിമാണ്, ലൈറ്റ് ഹാർട്ടഡ്. നമുക്ക് മേ ബി പറയുന്ന പോലെ ഹരിശ്രീ അശോകൻ എന്ന ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമകൾ ഭാവിയിൽ പ്രതീക്ഷിക്കാൻ ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഓൺ ആൻ ആവറേജ് ആ ഫിലിം പോകുന്നുണ്ട്. സോ കണ്ടു നോക്കുക. ആൻഡ് കണ്ടിട്ട് ആ സിനിമ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഞങ്ങളെ കമൻറ്റിൻ്റെ രൂപത്തിൽ അറിയിക്കുക. ചിയേഴ്സ്, ഹാവ് ഫൺ, ബൈ.